ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൻഈമിൽ വെച്ചുകൊണ്ട് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. എവിടെയാണ് തൻഈം എന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു മസ്ജിദ് കാണാമല്ലോ. ഉംറക്കൊക്കെ പോയവർ ഇഹ്റാം ചെയ്യുന്ന തൻഈമിലെ ആയിഷ പള്ളി നിലകൊള്ളുന്നിടത്ത് പോയവരാണല്ലോ നമ്മളിൽ പലരും. ആ സ്ഥലത്തിനോടടുത്ത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനെന്നറിയോ? ഹബീബായ മുത്തുനബിയുടെ പരിശുദ്ധമായ ദീന് പുൽകിയ കാരണം, പരിശുദ്ധമായ ദീന് വിശ്വസിച്ച കാരണം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പറയുന്നുണ്ട്, ഹുബൈബേ, ഈ സമയം ഹുബൈബേ, ഈ സമയം ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഹുബൈബേ, അതല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് തള്ളി പറയുകയാണെങ്കിൽ ഹുബൈബേ, നിനക്ക് നിന്റെ ജീവൻ തിരിച്ചു തരാ ഹുബൈബ്. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞത് എന്തെന്നറിയോ? വലസ്തു ഉബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ ഐശിക്കിൻ കാന ലില്ലാഹി മസ്റഈ وذلك في ذات الإله وإن يشاء يبارك على أوصال شلبي ممزعي. എന്റെ ഹബീബായ മുത്തുനബിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല, എനിക്കിഷ്ടമില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ മുസ്ലിമായതിന്റെ പേരിൽ അഭിമാനിക്കുകയാണ്, അഭിമാനിക്കുകയാ എന്ന് പറഞ്ഞ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹമുണ്ടല്ലോ. മുഹമ്മദ് എന്ന ഹബീബായ മുത്തുനബിയെ ഒന്ന് മാറ്റി നിർത്തിയ ജീവിതത്തിന്റെ ആസ്വാദനത്തിലേക്ക് ജീവിതം തരാമെന്ന് പറയുമ്പോ എന്റെ ജീവനേക്കാൾ വലുതെന്തെന്നറിയുമോ? അതെന്റെ ത്വാഹ, അതെന്റെ ത്വാഹ, അതെന്റെ മുത്തുലി മുഹമ്മദ് മുസ്തഫ, അതെന്റെ മുത്തുലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്നേഹത്തിന്റെ അരികിലെത്താൻ അല്ലാഹുവേ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അപ്പൊ എന്തേ മനസ്സിലാക്കേണ്ടത്?